മണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെ പൂരക്കാഴ്ചകൾക്ക് തുടക്കമായി. കുടമാറ്റവും വെഞ്ചാമരവും ഇലഞ്ഞിത്തറ മേളവുമായി പൂരനഗരി ഇനി ആഘോഷ തിമിർപ്പിലാവും. ആശങ്കകൾക്ക് വിരാമമിട്ട പൂരം വെടിക്കെട്ടും പൂരപ്രേമികൾക്കായി പതിവ് പോലെ തന്നെ നടക്കും. കനത്ത സുരക്ഷയാണ് പൂരത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, പൂരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണോ? ഇലഞ്ഞിത്തറ മേളം പൂരപ്രേമികൾ കൊണ്ടാടിയിരിക്കുന്നു. ഇനി എപ്പോഴാണ് മഠത്തിൽ വരവ് പൂരപ്രേമികൾ കൊണ്ടാടിയിരിക്കുന്നു. ഇനി എപ്പോഴാണ് ഇലഞ്ഞിത്തറ മേളം മറ്റു ചടങ്ങുകൾ? അഞ്ജു, തീർച്ചയായും കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടുകൂടി ആരംഭിച്ച ഘടകപൂരങ്ങളുടെ വരവ് ഇപ്പോൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. ഘടകക്ഷേത്രങ്ങൾ 8 ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങളെല്ലാം തന്നെ വടക്കുന്ന സന്നിധിയിലെത്തി വടക്കനാഥ ക്ഷേത്രത്തെ വലം വെച്ച് തിരികെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാ ഘടകക്ഷേത്രങ്ങളും ഇപ്പോൾ വടക്കനാഥനെ മടങ്ങി തിരികെ പോകുന്ന ചടങ്ങ് പൂർത്തിയായി. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് ആഘോഷപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന മഠത്തിൽ വരവ് ചടങ്ങ് പ്രദക്ഷിണത്തിന് ശേഷം അകത്ത് തുടരും. തുടർന്നാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരം വരവേൽപ്പ് നടക്കുന്നത്. ഈ പൂരം വരവിൽ പൂരം പുറപ്പാടിൽ ഇത്തരത്തിൽ 15 ആനകളുടെ അകമ്പടിയോടുകൂടി തന്നെ വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ചെമ്പടയുടെ മേളത്തോടുകൂടിയാണ് ഇത്തരത്തിൽ പൂരം പുറപ്പാട് നടക്കേണ്ടത്. തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം വടക്കനാഥനെ വലം വെച്ച ശേഷമാകും ഇലഞ്ഞിത്തറയിൽ എത്തിച്ചേർന്ന ഇലഞ്ഞിത്തറ മേളം നടക്കുക. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 200-ലധികം കലാകാരന്മാരാണ് നടക്കുന്നത്. 200-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഈ മേളം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും നിരവധി മേള ആസ്വാദകരാണ് എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് പാണ്ടിമേളം ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്നു എന്നൊരു പ്രത്യേകതയും ഈ പൂരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിൽ വടക്കനാഥ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന പാണ്ടിമേളം കാണാൻ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാണ്ടിമേളം ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാനായി നിരവധി ആളുകൾ ഇപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഏകദേശം 2 മണിക്ക് ശേഷം ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. ആ മേളത്തിനായി ഇപ്പോൾ തന്നെ ആസ്വാദകർ വടക്കനാഥ ക്ഷേത്രത്തിന്റെ 4 ഗോപുരങ്ങൾ വഴി അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇത്തരത്തിൽ ഇലഞ്ഞിത്തറ മേളത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകും. അതിനുശേഷം ഈ തെക്കേ ഗോപുരം വഴിയുള്ള പുറത്തേക്ക് എഴുന്നള്ളിപ്പാണ് നടക്കുന്നത്. തെക്കോട്ട് ഇറക്കം എന്ന് പറയുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾ പൂരം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി മുഖാമുഖം നിന്ന ശേഷമാകും കുടമാറ്റത്തിന് തുടങ്ങുക. വർണ്ണഭമായ കുടമാറ്റത്തിന് ആളുകൾ കാത്തിരിക്കുകയാണ്. പൂരപ്രേമികൾ ഈ വർണ്ണപ്രപഞ്ചം തീർക്കുന്ന കുടമാറ്റത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഇരു ദിവസങ്ങളും അണിയറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വർണ്ണക്കുടകൾ, വർണ്ണവിസ്മയങ്ങൾ, സ്പെഷ്യൽ കുടകൾ അവയെല്ലാം തന്നെ പുറത്തെടുക്കുന്ന നിമിഷം അതിനുശേഷമാവും നാളെ പുലർച്ചയോടുകൂടി വെടിക്കെട്ടിന് തുടക്കമാവുക. ഈ പൂരത്തിന്റെ വിസ്മയങ്ങൾക്കെല്ലാമായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. തൃശൂർ പൂരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം ഇലഞ്ഞിത്തറ മേളം നടക്കും. വിവരങ്ങളാണ് തൃശൂരിൽ നിന്നും ദിൽജിത്ത് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മട്ടന്നൂരിൽ CPIM പ്രവർത്തകർക്ക് നേരെ RSS ആക്രമണം. മാനന്തേരിയിൽ 4 CPIM പ്രവർത്തകരെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ബാബുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം. വിവരാവകാശ കമ്മീഷനെ സർക്കാർ വീണ്ടും നോക്കുകുത്തിയാക്കുന്നു. ക്യാബിനറ്റ് തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകുന്നില്ല. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവുകൾ ലംഘിച്ച് വിവരങ്ങൾ നൽകാതിരിക്കുന്നത് വിവാദമായ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ മറച്ചുപിടിക്കാനാണ്. അഴിമതിക്ക് കളമൊരുങ്ങിയ മെത്രാൻകായലും കടമക്കുടിയിലെ നിലവും നികത്താനുള്ള അനുമതി, വിവാദസ്വാമി സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ ഭൂമി ഇടപാട് തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് സർക്കാർ എടുത്തത് ഒരുപിടി തീരുമാനങ്ങളാണ്. പുറത്തറിഞ്ഞ് വിവാദമായതോടെ ഇവ പിന്നീട് റദ്ദാക്കിയെങ്കിലും സമാനമായ ഇത്തരം ഉത്തരവുകൾ വേറെയും ഉണ്ടാകാം. അതിനാൽ അവയൊന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിക്കലും പുറത്തു വരരുത് എന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2015 സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായിരുന്ന MN ഗുണവർദ്ധനന്റെ ഉത്തരവ് ലംഘിച്ച് ക്യാബിനറ്റ് തീരുമാനങ്ങൾ സർക്കാർ നിഷേധിക്കുന്നത്. അഡ്വക്കേറ്റ് DB ബിനു. പൂർണ്ണമായും സുതാര്യമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പക്ഷേ ക്യാബിനറ്റ് തീരുമാനങ്ങൾ പോലും ജനസമക്ഷം നൽകുന്നതിന് തയ്യാറാകുന്നില്ല എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്നൊരു കാര്യം, ഇത് വലിയ അഴിമതി നടക്കുന്ന നിരവധി തീരുമാനങ്ങൾ ക്യാബിനറ്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തന്നെയാണ് ചുമതലക്കാരൻ. പക്ഷേ ഇവിടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൊളിറ്റിക്കൽ ബ്യൂറോക്രസിയാണ് വിവരങ്ങൾ തടയാൻ ശ്രമിക്കുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സിബി മാത്യൂസിന് ഇതിനെ സംബന്ധിച്ചുള്ള ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് തീരുമാനങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ സർക്കാർ ലംഘിക്കുകയാണ്.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്നത് മത്സരക്കമ്പം തന്നെയായിരുന്നുവെന്ന് ദുരന്തത്തിൽ മരിച്ച കരാറുകാരൻ സുരേന്ദ്രന്റെ മകൻ ദീപു പീപ്പിളിനോട് പറഞ്ഞു. വെടിക്കോപ്പുകൾ രഹസ്യമായി സൂക്ഷിച്ചത് ശാർക്കര ക്ഷേത്രത്തിലായിരുന്നുവെന്നും രാത്രിയിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്ക് വെടിക്കോപ്പ് കൊണ്ടുവന്ന വാഹനത്തിന് വഴിയൊരുക്കിയത് പോലീസായിരുന്നുവെന്നും ദീപു പറഞ്ഞു. ക്ഷേത്രത്തിൽ നടന്നത് കമ്പമത്സരം തന്നെയാണെന്നാണ് ദീപുവിന്റെ വെളിപ്പെടുത്തലും വ്യക്തമാക്കുന്നത്. അപകടം നടന്ന രാത്രിയിൽ 11 മണിയോടെയാണ് വെടിക്കോപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചത്. ക്ഷേത്രത്തിലേക്ക് 3 വാഹനങ്ങളിലായാണ് ഇത് കൊണ്ടുവന്നതെന്നും ദീപു പറയുന്നു. ക്ഷേത്ര കവാടത്തിൽ നിന്ന് പോലീസ് സഹായത്തോടെയാണ് വെടിക്കോപ്പുകൾ കമ്പപ്പുരയിൽ എത്തിച്ചത്. ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാളായ ലൌലിയാണ് കമ്പമത്സരമെന്ന് പറഞ്ഞത്. കമ്പം നടക്കുന്ന സമയത്ത് ഭാരവാഹികൾ ആരും സമീപത്തേക്ക് വന്നിരുന്നുമില്ല. ഫോൺ വഴി അച്ഛന് ഇവർ നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും ദീപു പറയുന്നു. മത്സരത്തിന് മാർക്കിടാൻ ആളുണ്ടെന്നും ഭാരവാഹികൾ അച്ഛനെ അറിയിച്ചിരുന്നു. ലൗലി എന്ന് പറയുന്ന കമ്മിറ്റിക്കാരൻ അച്ഛനെ വിളിച്ചിരുന്നു പറഞ്ഞു. ഫോൺ വഴി അച്ഛന്റെ ഫോണിൽ ഇപ്പൊ സംസാരിക്കുക. അപ്പൊ ഞാൻ വാദിച്ചു, ചേട്ടാ ഇതങ്ങ് നിർത്തിക്കൂടെ, മത്സരം ഒന്നും അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. അതല്ല, മത്സരമൊക്കെ തന്നെ, അത് ലാസ്റ്റ് നമ്മൾ മാർക്ക് പറയും. നിങ്ങളാ മാർക്കിടാൻ ആളുണ്ട്, ഇവിടെ ആൾ ഇരിക്കുന്നുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിലില്ല. ആൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ കത്തിക്കാനുള്ളത് കൊണ്ടുവന്ന് അത്രയും കത്തിക്കുക, അത് സ്പീഡിൽ കത്തിക്കുക, ഇത്രയും പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഞാൻ ഇവരെ കമ്മിറ്റിക്കാരത്ത് തിരിച്ച് നേരെ നമ്മളെ പണിക്കാരടുത്തോട്ട് പോകുന്ന ദൃശ്യമാണ് ആ ടി.വിയിൽ കാണിക്കുന്നത്. പോലീസ് വഴി ക്ലിയർ ആക്കി തന്നോ? അവിടെ കാമ്പൗണ്ടിലോട്ട് കയറുന്ന സമയത്ത് ക്ലീൻ ആക്കി തന്നായിരുന്നു. കാമ്പൗണ്ടിലോട്ട് കയറുന്ന സമയത്ത് വെടിക്കെട്ടപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ദീപു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പോലീസ് സമ്മർദ്ദം ചെലുത്തുകയാണെന്നും ദീപു പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെടിക്കെട്ട് അപകടത്തിനു ശേഷം പുറ്റിങ്ങൽ ദേവീക്ഷേത്ര നട തുറന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് നട തുറന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ മഹാദുരന്തത്തിന്റെ ഓർമ്മകൾ മായും മുമ്പെയാണ് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി നട തുറന്നത്. വിശ്വാസികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നട തുറക്കുമ്പോൾ ഏവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചു. ശുദ്ധീകരണത്തിനു ശേഷം നിത്യപൂജകൾ മാത്രമേ തൽക്കാലം ഉണ്ടാവുകയെന്നും തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. ബിംബത്തിന് കേടുപാടുകളില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖത്ത് ഭാവത്തിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. കണ്ണിനും കുഴപ്പമൊന്നുമില്ല. കണ്ണിനോ ബിംബത്തിനോ പീഠത്തിനോ അഷ്ടബന്ധത്തിനോ തകരാറുകൾ സംഭവിച്ചിട്ടില്ല. എല്ലാ ഉത്സവകാലത്തും വെടിക്കെട്ടിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് നട തുറക്കുന്നത്. എന്നാൽ ഇത്തവണ അത് ദുരന്തത്തിന്റെ വേദനയോടെയാണെന്ന് മാത്രം. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും പോലീസും നട തുറക്കൽ ചടങ്ങിന് സാക്ഷികളായി. നട തുറന്നതോടെ പ്രദേശവാസികളും നാട്ടുകാരും ഈശ്വരവിശ്വാസികളുമൊക്കെ അവരുടെ സ്വസ്ഥ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പരവൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിനിടെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക അക്രമം. ബീർഭൂം, മാൽഡ ജില്ലകളിൽ അക്രമത്തിൽ നിരവധി CPIM പ്രവർത്തകർക്ക് പരിക്കേറ്റു. CPIMന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തകർത്തു. 56 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണോ? അതിനുള്ള സജ്ജീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടോ? അഞ്ചു രണ്ട് ഭാഗങ്ങളായി നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിലേത് എന്ന പോലെ തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീർഭൂം ജില്ലയിലും മാൽഡ ജില്ലയിലുമാണ് വളരെയധികം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി അറിയുന്നത്. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് അക്രമത്തിന് നേതൃത്വം നൽകുന്നത്. മാൽഡ ജില്ലയിൽ നിരവധി CPM പ്രവർത്തകർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. അതോടൊപ്പം തന്നെ CPIMന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീർഭൂം ജില്ലയിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ അക്രമ സംഭവം ഉണ്ടായതിനെ തുടർന്ന് കൂടുതൽ സുരക്ഷ പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിരുന്നെങ്കിൽ കൂടിയും ഇതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 56 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് പോളിംഗ് പുരോഗമിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിവരെ 54% പേർ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ. ഇന്ന് പ്രധാനമായും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടുന്ന തോട്ടം മേഖലയായ വടക്കൻ ബംഗാളിലെ കൂടുതൽ പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ 2011 തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ മേഖലയാണെങ്കിൽ കൂടിയും ഇന്ന് സ്ഥിതി മാറിയിട്ടുണ്ട്. ഈ മേഖലയിൽ തൊഴിലാളികളുടെ ആത്മഹത്യയും തേയിലത്തോട്ടങ്ങളിലുണ്ടായ പ്രതിസന്ധിയും എല്ലാം തന്നെ സർക്കാരിനെതിരെയുള്ള വികാരമായി പ്രതിഫലിക്കും. ഇത് CPIMന് ഗുണം ചെയ്യും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അഞ്ജു, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാർ ഭൂമി കയ്യേറ്റ കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. LDF സർക്കാരിന്റെ കാലത്തെ റിസോർട്ട് ഒഴിപ്പിക്കൽ നിയമവിരുദ്ധമാണെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ അപ്പീൽ നൽകിയത്. റിസോർട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു.
കണ്ണൂരിലെ വിമതൻ PK രാഗേഷിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ഇരിക്കൂരിലെ വിമത സ്ഥാനാർത്ഥി അബ്ദുൽ ഖാദറിനെയും പുറത്താക്കി. 6 വർഷത്തേക്കാണ് നടപടിയെന്ന് DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിൽ കോൺഗ്രസ് പിളർപ്പിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. സതീശൻ പാച്ചേനിയുടെ ഐ ഗ്രൂപ്പിലേക്കുള്ള നീക്കവും കെ സുധാകരന്റെ AI ഗ്രൂപ്പ് വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള നാമനിർദ്ദേശവും വിമത നീക്കത്തിന് ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് PK രാഗേഷ് കൺവെൻഷൻ വിളിച്ചു ചേർത്തതും ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫിനെതിരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ വിമത സ്ഥാനാർത്ഥിയായി കൺവെൻഷൻ സംഘടിപ്പിച്ചതും കോൺഗ്രസിലുണ്ടാക്കിയ ആശങ്കകൾ ചെറുതല്ല. അവസാനം PK രാഗേഷിനെയും അബ്ദുൽ ഖാദറിനെയും കൂടെയുള്ള പ്രവർത്തകരെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പ്രഖ്യാപിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ നടത്തിയത്. അതുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ PK രാഗേഷിനെയും ഇരിക്കൂറിലെ മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ KL അബ്ദുൽ ഖാദറെയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 വർഷക്കാലത്തേക്ക് പുറത്താക്കിയതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കാസർഗോഡേക്കുള്ള യാത്രക്കിടയിൽ ഉമ്മൻചാണ്ടിയടക്കം കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ PK രാഗേഷിനെ കണ്ട് അന്വയ ചർച്ച നടത്തിയെങ്കിലും രാഗേഷ് വഴങ്ങിയില്ല. കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്ത ശേഷം ഉപാധികൾ നടപ്പിലാക്കിയില്ലെന്ന നിലപാടിലാണ് രാഗേഷ്. അബ്ദുൽ ഖാദർ, KJ ജോസഫ് അടക്കമുള്ള മലയോര മേഖലയിലെ വിമത നീക്കവും PK രാഗേഷിന്റെ അഴീക്കോട്, കണ്ണൂർ മേഖലയിലെ അംഗബലവും കോൺഗ്രസിലെ വിമത പാളയങ്ങൾ സൃഷ്ടിക്കുന്ന പിളർപ്പിന്റെ സൂചനകളാണ് നൽകുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. LDFന്റെ നൂതന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നശിപ്പിക്കാൻ ശ്രമം. ട്രെയിൻ ബോഗികളിലുള്ള LDFന്റെ പ്രചാരണങ്ങളാണ് നശിപ്പിച്ചത്. റെയിൽ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണ് പ്രചാരണം തുടങ്ങിയത്. പ്രചാരണ രംഗത്തെ LDF മുന്നേറ്റം തടയാനാണ് ശ്രമമെന്ന് ആരോപണം. വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, LDFന്റെ പ്രചാരണത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമാണോ ഉണ്ടായത്? മറ്റു വിവരങ്ങൾ. 7 ട്രെയിനുകളിലായിരുന്നു LDF ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത്. അതിൽ ചില ട്രെയിനുകളിൽ പതിപ്പിച്ചിരുന്ന പ്രചരണ ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി LDF ആണ് ഇത്തരത്തിൽ ട്രെയിനുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. 2 ആഴ്ച മുൻപായിരുന്നു പ്രചരണം തുടങ്ങിയത്. റെയിൽ മന്ത്രാലയത്തിന്റെ ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രചരണം നടത്താൻ അനുമതി തേടിയത്. LDFന്റെ ട്രെയിൻ ക്യാമ്പയിൻ തടയാൻ BJPയും കോൺഗ്രസും ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് മുതൽ തന്നെ ശ്രമങ്ങളും തുടങ്ങിയിരുന്നു. മിസ്ഡ് കോളിലൂടെ LDFലെ പ്രമുഖ നേതാക്കൾ വോട്ടർമാരുമായി സംവദിക്കുന്ന ക്യാമ്പയിന്റെ തുടർച്ചയായിരുന്നു ട്രെയിൻ ക്യാമ്പയിൻ. LDFന്റെ നൂതന തെരഞ്ഞെടുപ്പ് പ്രചാരണം ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന തിരിച്ചറിവാണ് ബോർഡുകൾ നശിപ്പിക്കുന്നതിന് പിന്നിലെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇന്ന് പുലർച്ചെ ആണ് ഇത്തരത്തിൽ ട്രെയിനിൽ LDF പതിപ്പിച്ചിരുന്ന LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചത് എന്നാണ് കരുതുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം UDF സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രചരണമായിരുന്നു ട്രെയിൻ വഴി LDF നടത്തിയിരുന്നത്. LDF വരും, എല്ലാം ശരിയാകും എന്ന ക്യാപ്ഷനോട് കൂടിയായിരുന്നു ഈ പ്രചരണം. അഞ്ജു ദിനകർ വിവരങ്ങൾ നൽകിയത്. മട്ടന്നൂരിൽ CPIM പ്രവർത്തകർക്ക് നേരെ RSS ആക്രമണം. മാനന്തേരിയിൽ 4 CPIM പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ബാബുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാവുന്ന അക്വാപോണിക്സിന് കേരളത്തിൽ പ്രചാരമേറുന്നു. കൈരളി പീപ്പിൾ TVയുടെ കതിർ അവാർഡ് ജേതാവായ PT ആന്റണിയുടെ അക്വാപോണിക്സ് ഫാം കർഷകർക്ക് മാതൃകയാവുകയാണ്. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാമെന്നതാണ് അക്വാപോണിക്സിന്റെ പ്രത്യേകത. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അക്വാപോണിക്സിനെ സ്വാധീനിക്കില്ല. കൃഷിക്ക് അധികം സ്ഥലവും ആവശ്യമില്ല. കൈരളി പീപ്പിൾ TVയുടെ കതിർ അവാർഡിന് അർഹനായ മാള സ്വദേശി PT ആന്റണി അക്വാപോണിക്സിലൂടെ വൻ നേട്ടം കൊയ്തതാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. ഈ 1/4 സെന്റ് സ്ഥലത്ത് നമ്മളൊരു 2250 മത്സ്യങ്ങളെ ഗിഫ്റ്റ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സേവിക്കും. അതിപ്പോൾ നമുക്ക് ഒന്നിച്ചില്ലാണ്ടാൻ ഒരു 1018 കിലോ 1150 കിലോത്തോളം നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മൾ മീൻ മാത്രം തീറ്റ കൊടുക്കണമുള്ളെങ്കിലും ഈ വെള്ളത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും ചെടിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ബാക്ടീരിയകളുടെ പ്രവർത്തനഫലമായിട്ട് അമോണിയനെ നൈട്രേറ്റ് ആക്കി ചെടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല വളർച്ച കിട്ടുന്നത്. അക്വാപോണിക്സിന്റെ സാധ്യതകൾ വളരെ വലുതാണെങ്കിലും കർഷകർ തുടക്കത്തിൽ വൻതുക ചെലവഴിക്കേണ്ടി വരും. ഇതുകൂടാതെ വൈദ്യുതി ബില്ലും ഉയരും. ഈ സാഹചര്യത്തിൽ സർക്കാർ സബ്സിഡി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.